ഹലോ എവരി വൺ, ഐ എം ഗൂഗിൾ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര നാൾ നമ്മുടെ ചാനലിൽ ചെയ്ത പോലത്തെ ഒരു സംഭവമല്ല ചെയ്യുന്നത്. നമ്മൾ ഇത്ര നാൾ നമ്മുടെ ചാനലിൽ ഓപ്പണിംഗ്, ട്രാപ്സ്, ഗ്യാംബിറ്റ്സ്, എൻ ഗെയിംസ് അതുപോലത്തെ വീഡിയോസ് ആയിരുന്നു കണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു വീഡിയോ അല്ല. ഇത് പരീക്ഷണാർത്ഥം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളിത് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ലെവലിലുള്ള ആളായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഉപകാരമുള്ള ഒരു കാര്യമെങ്കിലും കിട്ടുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ പറയുക, അതല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും നിങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കാലമായിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരവാണ് ഓപ്പണിങ്ങിനെ സംബന്ധിച്ച്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഏതൊക്കെ ഓപ്പണിംഗ് പഠിക്കണം, അല്ലെങ്കിൽ എത്ര ഓപ്പണിംഗ് പഠിക്കണം എന്നുള്ളൊരു കാര്യം. ഇതിനെ നമുക്ക് പല രീതിയിൽ നോക്കിക്കാണാം എന്നുള്ളതാണ് ഒരു സത്യം. ഇപ്പോൾ ഒരു പ്ലെയറിൻ്റെ ലെവൽ വെച്ച് നമുക്ക് ഇത് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കോംപ്ലക്സ് ഓപ്പണിങ്സ് ആയ ഇംഗ്ലീഷ് ഓപ്പണിംഗ്, C4 ഇംഗ്ലീഷ് ഓപ്പണിംഗ്, അല്ലെങ്കിൽ D4 നൈറ്റ് F6 ബിഷപ്പ് ടു G5 ട്രോംബോസ്കി അറ്റാക്ക്, അല്ലെങ്കിൽ മോഡേൺ ബെനോണി ഓപ്പണിംഗ്, ഇതുപോലത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പണിങ്സ് കഴിവതും കളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മിഡിൽ ഗെയിം പൊസിഷനൊക്കെ എത്തുമ്പോഴത്തേക്കും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പോൺ സ്ട്രക്ചേഴ്സൊക്കെ അത് എത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പണിംഗ് ബിഗിനർ പ്ലെയേഴ്സ്, അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്ലെയേഴ്സ് കളിച്ച് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തന്നെ നമ്മുടെ ഓപ്പണിങ്ങുകളെ ലിമിറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാൻ കോച്ചിങ് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും സാധാരണ പുതിയതായിട്ട് വരുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ വൈറ്റ് ആണെങ്കിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഓപ്പണിങ് ഏതാണ് എന്നുള്ളത്. ഇതിന് 90% പേരും പറയുന്ന ഒരു ഉത്തരം എന്നുള്ളത് അങ്ങനൊന്നുമില്ല. ആ സമയം തോന്നുന്നത് എന്താണോ അത് കളിക്കും. ചിലപ്പോൾ E4 കളിക്കും, ചിലപ്പോൾ D4 കളിക്കും, ചിലപ്പോൾ C4 കളിക്കും, ചിലപ്പോൾ നൈറ്റ് F3 കളിക്കും. അന്നേരം എന്താണോ തോന്നുന്നത് അതങ്ങ് കളിക്കും. ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. 90% പേരും പറയുന്ന ഒരു റിപ്ലൈ ഇതാണ്. പക്ഷേ ഇങ്ങനെ ഒരിക്കലും പറയരുത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ എപ്പോഴും, എൻ്റെ ഒരു സജഷനാണ്, നിങ്ങൾക്ക് എന്ത് വേണം വെച്ചാലും തുടങ്ങാം, കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും തുടങ്ങുമ്പോൾ ഒന്നെങ്കിൽ E4 അല്ലെങ്കിൽ D4 കളിച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം എടുത്ത് പറയാം. ഇപ്പം ഈ വീഡിയോയിലുടനീളം ഞാൻ എൻ്റെ ഉദാഹരണം എടുത്തായിരിക്കും പറയുന്നത്. എൻ്റെ ഒരു പ്ലെയിൻ സ്ട്രക്ചർ, എൻ്റെ ഒരു ഓപ്പണിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഓപ്പണിംഗ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും E4 വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, കിങ്സ് പവൺ ഓപ്പണിംഗ്. അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ ഗെയിമാണ്. അപ്പോൾ E4ന് ശേഷം E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് ടു C4. അപ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓപ്പണിംഗ് എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിലെ ഡ്രീം പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ഏതൊരു ഗെയിം കളിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു പൊസിഷൻ ഇതാണ്, ഇറ്റാലിയൻ ഗെയിം വരണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും മനസ്സിൽ, അല്ലേ. അപ്പോൾ ഇറ്റാലിയൻ ഗെയിം വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ വേരിയേഷനും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ കളിക്കാൻ അറിയാം. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു സന്തോഷമായിരിക്കും, അല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓപ്പണിങ് നമ്മൾ നല്ല ഡെപ്തിൽ, നല്ല ഡീപ്പായിട്ട്, നല്ല ആഴത്തിൽ പഠിച്ചു വെക്കണം. അതാണ് മറ്റൊരു കാര്യം. പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ഇറ്റാലിയൻ ഗെയിം നന്നായിട്ട് പഠിച്ചു, എനിക്ക് ഇറ്റാലിയൻ ഗെയിമിൽ ഏത് വേരിയേഷൻ വന്നു കഴിഞ്ഞാലും നന്നായിട്ട് കളിക്കാൻ അറിയാം, ഇറ്റാലിയൻ ഗെയിം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജയിച്ചു എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയാണ്. ഇപ്പം ഇറ്റാലിയൻ ഗെയിം എത്തി, അത് കഴിഞ്ഞ് ജോക്കോ പിയാനോ വന്നു, ഒരു കുഴപ്പമില്ല. ജോക്കോ പിയാനോയിലെ ഏത് വേരിയേഷനും ആയിക്കോട്ടെ, ഇവൻസ് ഗാംബിറ്റ്, ഡോയിഷ് ഗാംബിറ്റ്, C3 D3, C3 D4, ക്ലാസിക്കൽ, കാസലിംഗ്, എന്തും ആയിക്കോട്ടെ, എനിക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാം. അതേപോലെ 2 നൈറ്റ്സ് ഡിഫൻസ്, അതിൽ നൈറ്റ് അറ്റാക്ക്, ട്രാക്സിൽ കൗണ്ടർ അറ്റാക്ക്, ഫ്രിറ്റ്സ് അറ്റാക്ക്, ഫ്രൈഡ് ലിവർ അറ്റാക്ക്, എന്തും ആയിക്കോട്ടെ എനിക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാം എന്ന് പറഞ്ഞ് ഞാനൊരു ടൂർണമെൻറ്റ് കളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ E4 കളിച്ചു, വാടെ ഇറ്റാലിയൻ ഗെയിം എത്തട്ടെ, ഇപ്പം തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. അപ്പുറത്തവൻ C5 കളിച്ചു, സിസിലിയൻ ഡിഫൻസ്, അവിടെ തന്നെ തേഞ്ഞു. അതാണ് മറ്റൊരു സംഭവം. ഇപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓപ്പണിങ് നമ്മൾ ലിമിറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു കാര്യം. നമ്മൾ എപ്പോഴും E4 അല്ലെങ്കിൽ D4 എന്ന് പറയുന്നൊരു ഓപ്പണിങ് വെച്ച് തുടങ്ങാമെന്നിരിക്കട്ടെ, അത് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം ഫിക്സ് ചെയ്ത് വെക്കണം, E4 അല്ലെങ്കിൽ D4. അപ്പോൾ E4 നിങ്ങൾ കളിക്കുകയാണെങ്കിൽ E4ന് എതിരെ ബ്ലാക്കിന് കളിക്കാവുന്ന എന്തോരം റെസ്പോൺസസ് ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ C5 സിസിലിയൻ ഡിഫൻസ്, അല്ലെങ്കിൽ E5 കിങ്സ് പവൺ ഓപ്പണിംഗ്,
അല്ലെങ്കിൽ C6 കാരോക്കാൻ, അല്ലെങ്കിൽ E6 ഫ്രഞ്ച് ഡിഫൻസ്. ഈ 4 നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന വേരിയേഷൻസ് അല്ലേ, അല്ലെങ്കിൽ റിപ്ലൈസ്. ഇതൊന്നും അല്ലാതെ പിന്നെയും അത്ര കോമൺ അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. നൈറ്റ് ടു F6 ആലക്കൈൻ ഡിഫൻസ്, അല്ലെങ്കിൽ നൈറ്റ് ടു C6 നിംസോവിച്ച് ഡിഫൻസ്, അല്ലെങ്കിൽ പോൺ ടു B6 പെർക്ക് ഡിഫൻസ്, അല്ലെങ്കിൽ പോൺ ടു G6 മോഡേൺ ഡിഫൻസ്. ഇതുപോലെ ഒരുപാട് ഡിഫൻസസ് ബ്ലാക്കിന് കളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഓപ്പണിംഗ് ഫിക്സ് ചെയ്ത് വെച്ചാൽ ബ്ലാക്കിന് കളിക്കാവുന്ന എല്ലാ റെസ്പോൺസിനും എതിരെ നമുക്ക് കളിക്കാൻ അറിയണം. അതാണ് മറ്റൊരു കാര്യം. ഇതുകൊണ്ടാണ് ഞാൻ ഒരു ഓപ്പണിംഗ് ഫിക്സ് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. ഇപ്പോൾ E4ൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇത്രയും ഡിഫൻസസ് ബ്ലാക്കിന് കളിക്കാമെന്ന് കണ്ടു. ഇപ്പം നമ്മൾ E4 D4 മാറി മാറി കളിക്കുകയാണെങ്കിലോ നമുക്ക് E4നും D4നും എതിരെയുള്ള എല്ലാ ഡിഫൻസും പഠിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലിമിറ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കുകയെന്ന്. ഇപ്പം ഇതിൽ തന്നെ എല്ലാം പഠിക്കേണ്ടതുണ്ടോ? ഇപ്പം പറഞ്ഞതിലെല്ലാം തന്നെ എല്ലാ വേരിയേഷനും എല്ലാം നല്ല ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ടോ? ഒരു കാര്യമില്ല. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം. ഇതിപ്പോൾ സിസിലിയൻ ഡിഫൻസിൻ്റെ മാത്രം കേസല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞതാണ് സിസിലിയൻ ഡിഫൻസിൻ്റെ. ഇപ്പോൾ E4 കളിച്ചിട്ട് ബ്ലാക്ക് E5 തന്നെ കളിച്ചു എന്നിരിക്കട്ടെ. ഇത് ഇറ്റാലിയൻ ഗെയിമിൽ ചെന്ന് എത്തണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. ഞാൻ ഇറ്റാലിയൻ ഗെയിമിൻ്റെ ഉദാഹരണം പറഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇറ്റാലിയൻ ഗെയിം ആയതുകൊണ്ടാണ് കേട്ടോ. പലർക്കും പലതായിരിക്കാം. ചിലർക്ക് റോയൽ ഓപ്പസ് ആയിരിക്കാം, ചിലർക്ക് ഇറ്റാലിയൻ ഗെയിം ആയിരിക്കാം, ചിലർക്ക് സ്കോച്ച് ആയിരിക്കും, ചിലർക്ക് മറ്റു പലതും ആയിരിക്കാം. എന്തും ആയിക്കോട്ടെ. ഞാൻ ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ വെച്ചാണ് പറയുന്നത്. അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആലോചിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ E4 കളിച്ചു, ബ്ലാക്ക് E5 കളിച്ചു അല്ലേ. ഇത് ഇറ്റാലിയൻ എത്തണമെന്നൊരു നിർബന്ധമില്ല. കാരണം ഞാൻ നൈറ്റ് ടു F3 കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ബ്ലാക്ക് നൈറ്റ് ടു C6 കളിക്കുമെന്നാണ് നോർമലി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിഷപ്പ് C4 കളിച്ച് ഇറ്റാലിയൻ ഗെയിമിലേക്ക് പോവാം. പക്ഷേ അത് കളിക്കണമെന്നൊരു നിർബന്ധമില്ലല്ലോ. ബ്ലാക്കിന് വേണമെങ്കിൽ പോൺ ടു D6 കളിക്കാം, ഫിലഡോർ ഡിഫൻസ്, അല്ലെങ്കിൽ നൈറ്റ് ടു F6 കളിക്കാം. നമ്മൾ പെട്രോഫ് ഡിഫൻസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ സ്റ്റാഫോർഡ് ഗാംബിറ്റിലേക്കൊക്കെ പോകുമ്പോൾ വരുന്ന ഓപ്പണിങ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. ഇതിനെല്ലാം എതിരെ നമ്മൾ കളിക്കാൻ അറിയണം. ഇപ്പോൾ ഇവിടെ നമ്മൾ E4ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഇവിടെ ബ്ലാക്കിന് കളിക്കാൻ പറ്റുന്ന നല്ല റെസ്പോൺസസ് പലതുണ്ട് അല്ലേ. ഒന്ന് E5 കിങ്സ് പോൺ ഓപ്പണിങ് തന്നെ, പിന്നെ C5 സിസിലിയൻ ഡിഫൻസ്, C6 കാരോക്കാൻ ഡിഫൻസ്, E6 ഫ്രഞ്ച് ഡിഫൻസ്. അപ്പോൾ നമ്മൾ ഈ പോപ്പുലറായ 4 മൂവ്സ് അല്ലെങ്കിൽ 4 റിപ്ലൈസ് അതിനെതിരെയുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചു വെക്കുക. വൈറ്റ് ആയിട്ട് കളിക്കുമ്പോൾ ഇവയൊക്കെ ബ്ലാക്ക് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ളത്. ഇതിനു ശേഷം പോപ്പുലറായുള്ള പഠിച്ചതിന് ശേഷം നമുക്ക് അത്ര പോപ്പുലർ അല്ലാത്ത D5 സ്കാൻഡിനേവിയൻ ഡിഫൻസ്, D6 നമ്മുടെ പെർക്ക് ഡിഫൻസ്, പിന്നെ G6 മോഡേൺ ഡിഫൻസ്, ആലക്കൈൻ ഡിഫൻസ്, നിംസോവിച്ച് ഡിഫൻസ്, അതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് അതിനെതിരെ കളിക്കുന്നുള്ളത് നമുക്ക് പഠിക്കാം. ആദ്യം പോപ്പുലർ ആയവ പഠിക്കുക. ഈ പോപ്പുലർ ആണോ അല്ലയോ എന്നുള്ളത് ഒരു വേരിയേഷനിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന മൂവ് ഏതാണ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ അറിയുന്നത്. അവിടെയാണ് നമുക്ക് ഡാറ്റാബേസ് എന്ന സംഭവത്തിൻ്റെ ആവശ്യം വരുന്നത്. ഇപ്പോൾ ഡാറ്റാബേസ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക, എങ്ങും പോകരുത്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മുഴുവൻ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു അല്ലേ. ഈ കാര്യങ്ങളൊക്കെ തന്നെയും ബ്ലാക്കിനും ബാധകമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് വൈറ്റ് E4 വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കട്ടെ. ഇപ്പോൾ ഞാൻ ഒരാളോട് ചോദിക്കുകയാണ്, വൈറ്റ് E4 കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലാക്ക് ആയിട്ട് എന്ത് കളിക്കും? അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലത്തെ തന്നെ റെസ്പോൺസ് ആണ് ഏറ്റവും കൂടുതൽ കിട്ടുക. അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് എന്ത് തോന്നുന്നു അതും കളിക്കും. ചിലപ്പോൾ E5 കളിക്കും, ചിലപ്പോൾ സിസിലിയൻ ഡിഫൻസ് കളിക്കും, ചിലപ്പോൾ കാരോക്കാൻ കളിക്കും, ചിലപ്പോൾ ഫ്രഞ്ച് കളിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ പലതും കളിക്കും എന്ന് പറയും. അങ്ങനെ ഒരിക്കലും പറയാനായിട്ട് പാടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 50 ഓപ്പണിങ് കുറച്ച് അറിയുന്നതിലും നല്ലത് 5 ഓപ്പണിങ് വൃത്തിക്ക് അറിയുന്നത്. അപ്പോൾ ഈ E4 വൈറ്റ് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ പോകുന്ന മൂവ് ഏതാണെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യണം. ചിലർ കാരോക്കാനായിരിക്കും ഫിക്സ് ചെയ്യുന്നത്, ചിലർ സിസിലിയൻ ഡിഫൻസ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഒരു മൂവ് ഫിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ എപ്പോഴും E5 ആണ് കളിക്കാറ് E4-നെതിരെ. അതിൻ്റെ കാരണം ഇറ്റാലിയൻ ഗെയിമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റാലിയൻ ഗെയിം തന്നെ എത്തണമെന്നില്ല ഇത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും. പക്ഷേ E5 കളിച്ചു കഴിഞ്ഞാൽ ഇറ്റാലിയൻ ഗെയിമിൽ എത്താനൊരു ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ E5 കളിക്കുന്നത്. എനിക്ക് E5-ലെ മറ്റുള്ള സിസ്റ്റംസും അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഇതിന് ശേഷം വൈറ്റ് നൈറ്റ് ടു F3 കളിച്ചു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ഇറ്റാലിയൻ ഗെയിമിൻ്റെ ഒരു ചാൻസ് തന്നെയുള്ളൂ. ഇപ്പോൾ നൈറ്റ് ടു F3 തന്നെ കളിക്കണമെന്നില്ല. വൈറ്റിന് വേണമെങ്കിൽ നൈറ്റ് ടു C3 കളിക്കാം, വിയന്ന ഗെയിം എന്ന് പറയുന്ന ഓപ്പണിങ്. അല്ലെങ്കിൽ വൈറ്റിന് വേണമെങ്കിൽ നേരെ F4 കളിക്കാം, കിങ്സ് ഗാംബിറ്റ്. അല്ലെങ്കിൽ D4 കളിക്കാം, സെൻറ്റർ ഗെയിം എന്ന് പറയുന്ന ഓപ്പണിങ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നൈറ്റ് ടു F3 കളിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ നൈറ്റ് ടു C6 കളിച്ചതിന് ശേഷം വൈറ്റ് ബിഷപ്പ് ടു C4 കളിക്കണമെന്നൊരു നിർബന്ധമില്ലല്ലോ. വൈറ്റിന് വേണമെങ്കിൽ ബിഷപ്പ് ടു B5 കളിക്കാം, റോയൽ ഓപ്പസ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
മൂവ്സ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് വൈറ്റ് ഏതൊക്കെ മൂവാണ് കളിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് നോക്കി നമ്മൾ അതിനുള്ളത് പഠിച്ചു വെക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത് ലിമിറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ നമ്മുടെ മൂവ് ഫിക്സ് ചെയ്ത് വെച്ചില്ലെങ്കിൽ, അതായത് ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ചിലപ്പോൾ E5 കളിക്കും, ചിലപ്പോൾ C5 കളിക്കും, ചിലപ്പം C6 കളിക്കും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട മൂവ്സ് എന്ന് പറയുന്നത് 10 മടങ്ങ് വർദ്ധിക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ മൂവ്സ് ഫിക്സ് ചെയ്ത് വെക്കുക. വൈറ്റിൻ്റെ മൂവ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ, അതിപ്പം അപ്പുറത്ത് കളിക്കുന്ന ആളെ പോലെ ഇരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ളത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഓപ്പണിംഗ് പഠിക്കേണ്ടത്. ഇതാണ് ഓപ്പണിംഗ് പഠിക്കാനുള്ള ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വൈറ്റ് D4 കളിക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പോൾ വൈറ്റ് D4 കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ E4ൻ്റെ കാര്യം പറയുന്ന പോലെ ബ്ലാക്കിന് ഇവിടെ പല രീതിക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബ്ലാക്കിന് നേരെ വേണമെങ്കിൽ D5 കളിക്കാം, അല്ലെങ്കിൽ നൈറ്റ് ടു F6 ഇന്ത്യൻ ഗെയിം കളിക്കാം, അല്ലെങ്കിൽ E5 ഇംഗ്ലണ്ട് ഗാംബിറ്റ് കളിക്കാം, അല്ലെങ്കിൽ E6 ഹോർവിറ്റ്സ് ഡിഫൻസ്, G6 മോഡേൺ ഡിഫൻസ്, നൈറ്റ് ടു C6 മൈക്കനാസ് ഡിഫൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കളിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരാറുള്ളത് ഒന്ന് D5ഉം പിന്നൊന്ന് നൈറ്റ് ടു F6 ഇന്ത്യൻ ഗെയിമാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, രണ്ടും കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല. പ്രൊവൈഡഡ് നിങ്ങൾ വൈറ്റ് ആകുമ്പോഴത്തേക്കും E4 ആണ് എപ്പോഴും കളിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നെ പോലെ. അപ്പോൾ നിങ്ങൾ D4 എന്ന് പറയുന്ന ഒരു മൂവ് ഗെയിമിൽ കാണുന്നത് നിങ്ങളുടെ ഓപ്പോണൻറ്റ് കളിക്കുമ്പോൾ മാത്രമായിരിക്കും, നിങ്ങൾ D4 കളിക്കാറില്ലെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഏറ്റവും നല്ല 2 റെസ്പോൺസിൽ ഒരെണ്ണം പഠിച്ചാൽ മതി. അതല്ല നിങ്ങൾ വൈറ്റിൽ D4 ആണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റെസ്പോൺസുകളിൽ എല്ലാം തന്നെ ഏറെക്കുറെ അത്യാവശ്യം നല്ല രീതിയിൽ അറിയേണ്ടി വരും. ഇതിപ്പോൾ എൻ്റെ ഒരു കേസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം D4 വൈറ്റ് കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഒരെണ്ണം കളിച്ചാൽ മതി. ഞാനിപ്പം എല്ലായ്പ്പോഴും ചെയ്യുന്നത് നൈറ്റ് ടു F6 എന്ന് പറയുന്ന മൂവാണ്. ഞാനെപ്പോഴും ഇന്ത്യൻ ഗെയിമാണ് കളിക്കാറ്. അപ്പോൾ ഇതിന് ശേഷം മിക്കവാറും വൈറ്റ് കളിക്കുന്നത് C4 ആയിരിക്കും. പിന്നെയും പല മൂവ്സ് ഉണ്ട്, പലതും കളിക്കാം. C4 ആണ് ഏറ്റവും നമ്മൾ കണ്ടുവരുന്ന ഒരു മൂവ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം E6, പിന്നെ വൈറ്റ് നൈറ്റ് ടു F3 കളിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ബിഷപ്പ് ടു B4 നിംസോ ഇന്ത്യനിലേക്ക് പോകാനായിട്ട് സാധിക്കും. എനിക്ക് നിംസോ ഇന്ത്യൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഓപ്പണിംഗ് ആണ്. നിംസോ ഇന്ത്യൻ എനിക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാം. അപ്പോൾ നിംസോ ഇന്ത്യൻ ആയിരിക്കും ഞാൻ ബ്ലാക്ക് കളിക്കുമ്പോൾ വൈറ്റ് D4 കളിച്ചാൽ എൻ്റെ മനസ്സിലുള്ളൊരു ഡ്രീം പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതെപ്പോഴും എത്തണമെന്നില്ല, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നടക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ നിംസോ ഇന്ത്യൻ എന്ന് പറയുന്നത് സിസിലിയൻ ഡിഫൻസ് കഴിഞ്ഞാൽ ബ്ലാക്കിനുള്ള ഏറ്റവും മികച്ച ഒരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് പല വൈറ്റ് പ്ലെയേഴ്സും നൈറ്റ് ടു C3 കളിക്കാറില്ല, അതിന് പകരം നൈറ്റ് ടു F3 കളിക്കാറുണ്ട്, ആൻറ്റി നിംസോ എന്ന് പറയുന്ന വേരിയേഷൻ. ഇതൊക്കെ നമ്മൾ നിംസോ ഇന്ത്യൻ്റെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നൈറ്റ് ടു F3 കളിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പല രീതിക്ക് കളിക്കാനായിട്ട് സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് D5 കളിക്കാം, അല്ലെങ്കിൽ C5 ബ്ലൂമെൻഫെൽഡ് കൗണ്ടർ ഗാംബിറ്റ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ B6 ക്വീൻസ് ഇന്ത്യൻ ഡിഫൻസ്, അല്ലെങ്കിൽ നേരെ ബിഷപ്പ് ടു B4 ചെക്ക് ബോഗോ ഇന്ത്യൻ ഡിഫൻസ്. ഇതൊക്കെ കളിക്കാനായിട്ട് സാധിക്കും. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് പഠിക്കുക, എല്ലാം കൂടെ കളിക്കാൻ നിൽക്കരുത്. കാരണം ഇവിടെ തീരുമാനിക്കുന്നത് നമ്മുടെ മൂവാണ്, നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം എൻ്റെ കേസാണെങ്കിൽ ഞാൻ എപ്പോഴും ക്വീൻസ് ഇന്ത്യൻ ഡിഫൻസ് ആണ് കളിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഒരു മൂവ് ഫിക്സ് ചെയ്ത് വെക്കുക ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ. ലിമിറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പം ഞാൻ എത്ര നേരം പറഞ്ഞത് നൈറ്റ് ടു F6ൻ്റെ കേസായിരുന്നു അല്ലേ. ഇപ്പം അതല്ല, D5 ആണ് നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ D5 കളിക്കാം. ഇതിനുശേഷം വൈറ്റ് മിക്കവാറും C4 ആയിരിക്കും കളിക്കുന്നത്, ക്വീൻസ് ഗാംബിറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബ്ലാക്കിന് പല രീതിക്ക് കളിക്കാം അല്ലേ. അപ്പോൾ എൻ്റെ പേഴ്സണൽ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ക്വീൻസ് ഗാംബിറ്റ് കളിക്കാറില്ല. ഞാൻ D4 വൈറ്റ് ആകുമ്പോൾ കളിക്കാറില്ല, D5 ബ്ലാക്ക് ആകുമ്പോഴും കളിക്കാറില്ല. D4 D5 C4 വന്നാലേ ക്വീൻസ് ഗാംബിറ്റ് ആവുള്ളൂ. അപ്പം ഞാൻ കളിക്കുന്ന ഗെയിംസിൽ ഒരിക്കലും ക്വീൻസ് ഗാംബിറ്റ് എന്ന് പറയുന്നൊരു ഓപ്പണിംഗ് വരാറില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് അത്ര കാര്യമായിട്ട് പഠിച്ചിട്ടുമില്ല. ഇപ്പോൾ ക്വീൻസ് ഗാംബിറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ബ്ലാക്ക് ആണെങ്കിൽ പല രീതിക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഇപ്പം വേണമെങ്കിൽ E6 കളിക്കാം, ക്ലാസിക് ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡ് എന്ന് പറയുന്ന സംഭവം. അല്ലെങ്കിൽ പോൺ ടു C6 കളിക്കാം, സ്ലാബ് ഡിഫൻസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിലൊക്കെ തന്നെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഇന്ത്യൻ ഗെയിമിൻ്റെ പറഞ്ഞതുപോലെ തന്നെ നിംസോ ഇന്ത്യൻ, ബോഗോ ഇന്ത്യൻ, ക്വീൻസ് ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്തും ഒരുപാട് വേരിയേഷൻസ് വരും. ഇപ്പോൾ ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡ് ആണെങ്കിൽ തന്നെ അലാട്ടോസർ വേരിയേഷൻ, ടാരാഷ് വേരിയേഷൻ, എക്സ്ചേഞ്ച് വേരിയേഷൻ, അങ്ങനെ ഒരുപാട് വേരിയേഷൻ. ഇപ്പോൾ സ്ലാബ് ആണെങ്കിൽ തന്നെ എക്സ്ചേഞ്ച് സ്ലാബ്, സെമി സ്ലാബ്, മോഡേൺ സ്ലാബ്, അതുപോലെ ഒരുപാട് വേരിയേഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നമ്മുടെ മൂവ് വരുമ്പോഴത്തേക്കും നമ്മുടെ മൂവ് ഫിക്സ് ചെയ്തും അതിനുശേഷം വൈറ്റ് എന്താണ് കളിക്കാൻ സാധ്യതയുള്ളതെന്ന് നോക്കി നമ്മൾ നോക്കി പഠിക്കുക. അപ്പം നമ്മുടെ മൂവ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ആ മൂവിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ്, പിന്നെ ആ മൂവ് കളിച്ച് വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന മിഡിൽ ഗെയിം പൊസിഷൻസ്, അത് കളിക്കാൻ എളുപ്പമാണ്. അതൊക്കെ നോക്കി വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഡാറ്റാബേസ് ഉപയോഗിക്കാം. അപ്പോൾ ഡാറ്റാബേസ് ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോൻ്റെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ നോക്കി പഠിക്കുക.
ഞാനീ പഠിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഇത് ലിമിറ്റ് ചെയ്താൽ പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇതിപ്പോൾ നമ്മൾക്ക് എല്ലാ വേരിയേഷനും ഒരിക്കലും ഒരു സാധനത്തിനെ പഠിക്കാനായിട്ട് സാധിക്കില്ല, ഗ്രാൻഡ് മാസ്റ്റേഴ്സിന് പോലും. സിസലൻ ഡിഫൻസ് ഒന്നും എല്ലാ വേരിയേഷനും അറിയാവുന്ന ഒരു ഗ്രാൻഡ് മാസ്റ്റർ പോലും ലോകത്തില്ല. മാഗ്നസ് കാൾസന് പോലും അറിയത്തില്ല. പുള്ളി തുറന്ന് സംബന്ധിച്ച ഒരു കാര്യമാണ്. എന്താണ് സിസലൻ ഡിഫൻസ് ഒക്കെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 900 വേരിയേഷൻ ഉണ്ട് അതിനല്ലേ. അതൊന്നും ഒരു മനുഷ്യനെ കൊണ്ട് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ ലിമിറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിളും കൂടെ. ഇപ്പോൾ E4 ഞാൻ കളിച്ചു, ബ്ലാക്ക് E6 കളിക്കുകയാണെന്നിരിക്കട്ടെ, ഫ്രഞ്ച് ഡിഫൻസ്. ഇപ്പോൾ ഫ്രഞ്ച് ഡിഫൻസ് ബ്ലാക്ക് കളിക്കുകയാണെങ്കിൽ എനിക്ക് ഫ്രഞ്ച് ഡിഫൻസിൻ്റെ എല്ലാ വേരിയേഷനും അറിയേണ്ട കാര്യമുണ്ടോ? ഞാൻ വൈറ്റ് കളിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ ഞാനിത് കഴിഞ്ഞ് D4 കളിക്കുന്നു, ബ്ലാക്ക് D5 കളിക്കുന്നു. ഇതാണല്ലോ ഫ്രഞ്ച് ഡിഫൻസിൻ്റെ ആദ്യത്തെ മൂവ്സ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പല രീതിക്ക് കളിക്കാം. എനിക്ക് വേണമെങ്കിൽ പോൺ ടു E5 അഡ്വാൻസ് വേരിയേഷൻ കളിക്കാം, അല്ലെങ്കിൽ നൈറ്റ് C3 പോൾസൺ വേരിയേഷൻ കളിക്കാം, അല്ലെങ്കിൽ നൈറ്റ് D2 ടെറാഷ് വേരിയേഷൻ കളിക്കാം. ഈ വേരിയേഷനെ പറ്റിയെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം, നമ്മുടെ ഫ്രഞ്ച് ഡിഫൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കളിക്കുന്നത് ടെറാഷ് വേരിയേഷനാണ്. അപ്പോൾ എനിക്ക് ടെറാഷ് വേരിയേഷൻ പഠിച്ചാൽ മതി, എനിക്ക് പോൾസൺ വേരിയേഷനും അഡ്വാൻസ് വേരിയേഷനും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ വേണം നമ്മൾ ലിമിറ്റ് ചെയ്ത് പഠിക്കാൻ. നമുക്ക് മൂവ്സ് വരുന്ന സമയത്ത്, നമ്മുടെ മൂവ് വരുമ്പോഴത്തേക്ക് നമ്മളൊരു മൂവ് ഫിക്സ് ചെയ്ത് വെക്കുക എപ്പോഴും. അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മൾ ഡാറ്റാബേസ് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. അത് ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ബ്ലാക്ക് കളിക്കാൻ ചാൻസ് ഉള്ള മൂവ്സ് ഡാറ്റാബേസ് നോക്കുക. അതിൽ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന മൂവ്സ് എടുത്ത് നമ്മൾ എഴുതി പഠിക്കുക. എഴുതുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയോ. ഇപ്പോൾ ലൈവ് ചെസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റഡി പോലത്തെ ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലത്തെ കാര്യങ്ങളിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ എഴുതി വെക്കുന്ന ശീലക്കാരാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പം ലൈവ് ചെസ് സ്റ്റഡീസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആണെങ്കിൽ കമൻറ്റിൽ പറയാവുന്നതാണ്. ഞാൻ വേറൊരു വീഡിയോ തന്നെ അതിന് വേണ്ടി ചെയ്യാം, കൃത്യമായിട്ട് എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ E4 കളിക്കുകയാണെങ്കിൽ ഫ്രഞ്ചിലേക്ക് ബ്ലാക്ക് കയറുകയാണെങ്കിൽ എനിക്ക് ടെറാഷ് വേരിയേഷൻ മാത്രം പഠിച്ചാൽ മതി. അതാണ് ഒരു ലിമിറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പിന്നെ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കട്ടെ, ഞാനിപ്പോൾ ഓപ്പണിങ് ലിമിറ്റ് ചെയ്ത് പഠിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ ഓപ്പണിങ്, അതായത് നിങ്ങൾ പരിചയമില്ലാത്ത ഒരു ഓപ്പണിങ് ഒരു ബുക്കിലോ ഒരു വീഡിയോയിലോ കണ്ടു കഴിഞ്ഞാൽ അത് ഒരിക്കലും നോക്കാൻ പോകരുത് എന്നല്ല. അത് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കണം. നിങ്ങൾ ആ ഓപ്പണിങ് നോക്കി ആ ഓപ്പണിങ്ങിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. പക്ഷേ നിങ്ങൾ കളിക്കുന്ന ഓപ്പണിംഗ് മൂവ്സിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഓപ്പണിങ് വൈറ്റ് ആയിട്ടോ ബ്ലാക്ക് ആയിട്ടോ വരാനായിട്ട് ചാൻസ് ഇല്ലെങ്കിൽ നിങ്ങളത് പഠിച്ച് അധികം നേരം അതിൻ്റെ മുകളിൽ കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ആഴത്തിലത് പഠിക്കാൻ പോകേണ്ട കാര്യമല്ല. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, പിന്നെ ഈ ബുക്കിൻ്റെ വീഡിയോൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. അധികം ആരും പറയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ബുക്ക് നോക്കിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ നോക്കിയോ നിങ്ങളൊരു ഓപ്പണിങ് പഠിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ എതിരാളി, നമ്മുടെ ഓപ്പോണൻറ്റ് ഏറ്റവും നല്ല മൂവ് കളിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് ബുക്കിനകത്തും വീഡിയോയ്ക്കകത്തും പറയും. പക്ഷേ നമ്മുടെ എതിരാളി ഒരു മോശം മൂവ് കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ആരും പറഞ്ഞു തരത്തില്ല. അത് ഒരു സംഭവമാണ്. അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് പഠിക്കണം. അവിടെ നമുക്ക് ഡാറ്റാബേസ് ഉപയോഗിക്കാം. ഈ ഡാറ്റാബേസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ E4 കളിച്ചു, ബ്ലാക്ക് E5 കളിച്ചു, എനിക്ക് കുറച്ച് സന്തോഷമായി. ഞാൻ നൈറ്റ് ടു F3 കളിച്ചു. ഇറ്റാലിയൻ ഗെയിം കിട്ടുമെന്നുള്ള സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത് ഒന്നെങ്കിൽ ബ്ലാക്ക് നൈറ്റ് C6 കളിക്കും നോർമലി, അല്ലെങ്കിൽ പോൺ ടു D6 ഫിലിഡോർ, അല്ലെങ്കിൽ നൈറ്റ് ടു F6 പെട്രോ ഡിഫൻസ്. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത്. പക്ഷേ എന്നെ പറ്റിച്ചുകൊണ്ട് ബ്ലാക്ക് F5 കളിച്ചു, ലാറ്റ്വിയൻ ഗാംബിറ്റ്. ഇത് ഒരു മോശം ഓപ്പണിംഗ് ആണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പൊസിഷനിൽ തന്നെ വൈറ്റിന് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് ഇതിനെതിരെ വൈറ്റിന് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നറിയത്തില്ലെങ്കിൽ വൈറ്റിനെ കളിച്ച് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ലാറ്റ്വിയൻ ഗാംബിറ്റിൽ. ഇതുപോലത്തെ കുറച്ച് പ്രശ്നമുള്ള ലൈൻസ് ഉണ്ട്. നമ്മൾ കളിക്കാൻ പോകുന്ന ഓപ്പണിങ്ങുകളിൽ അല്ലെങ്കിൽ നമ്മളെപ്പോഴും കളിക്കുന്ന ഓപ്പണിങ്ങിൽ ഇതുപോലത്തെ ചില കാര്യങ്ങളുണ്ടാവും. ഇതും നമ്മൾ നോക്കി പഠിച്ചു വെക്കണം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഓപ്പണിങ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ ലെവലൊന്ന് മനസ്സിൽ കാണുക. എന്നിട്ട് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പണിങ്സിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇംഗ്ലീഷ് ഓപ്പണിംഗ്, ട്രോംബോസ്കി, മോഡേൺ ബെനോണി അതുപോലത്തെ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്.
2, നമ്മൾ കളിക്കുന്ന മൂവ്സ് എപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. അതിനെതിരെ ബ്ലാക്കിന് കളിക്കാൻ പറ്റുന്ന പോപ്പുലർ ആയിട്ടുള്ള മൂവ്സ് എങ്ങനെയാണെന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് കളിക്കാൻ പറ്റുന്ന മൂവ്സ് ഏതാണെന്ന് നോക്കുക. ഇതിന് ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ഡാറ്റാബേസോ എന്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നോക്കി പോവുക. ഇങ്ങനെ വേണം ഓപ്പണിങ് പഠിക്കാൻ. അല്ലാതെ ഓരോ സമയത്ത് കണ്ടം വഴി ഓപ്പണിങ് കളിക്കരുത്. ഇങ്ങനെ നമ്മളൊരു സ്ട്രക്ചേർഡ് ഒരു അപ്രോച്ചിൽ വേണം നമ്മൾ പോകാനായിട്ട്. ഇതാണ് ഓപ്പണിങ് പഠിക്കാനുള്ള ബെസ്റ്റ് പരിപാടി. ഇനി എങ്ങനെയാണ് ഡാറ്റാബേസ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇനി ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞ് വെറുപ്പിച്ച ആ സംഭവത്തിലേക്ക് കിടക്കാം. ഡാറ്റാബേസ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ വലതുവശത്തേക്ക് നോക്കുക. ഇതാണ് ലീച്ചസ് എൻ്റെ ഡാറ്റാബേസ്. leeches.org എന്ന് പറയുന്ന സൈറ്റിൻ്റെ ഡാറ്റാബേസ് ആണ് ഇത്. അതുപോലെ പല സൈറ്റിനും പല ഡാറ്റാബേസ് ഉണ്ട്, പല നല്ല സൈറ്റിനും. ഇപ്പോൾ chess.comന് അവരുടേതായ ഡാറ്റാബേസ് ഉണ്ട്, chess24ന് അവരുടേതായ ഡാറ്റാബേസ് ഉണ്ട്. അങ്ങനെ പല സൈറ്റിനും പല ഡാറ്റാബേസ് ഉണ്ട്. അതിനകത്ത് കളിക്കുന്ന ഗെയിംസ് അനുസരിച്ച് ഉണ്ടാക്കിയവയാണത്. ഇനി അതല്ല, നിങ്ങൾക്ക് നല്ല ഗെയിംസൊക്കെ നടത്തിയിരിക്കുന്ന എല്ലാ ഗെയിമിൻ്റെയും കൂടെ ഒരു ഡാറ്റാബേസ് വേണമെങ്കിൽ ചെസ് ബേസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചെസ് ബേസ് അത്യാവശ്യം പൈസ ചിലവുള്ള സംഭവമാണ്. അത്യാവശ്യമല്ല, സാമാന്യം നല്ല രീതിയിൽ തന്നെ കയ്യിൽ നിന്ന് പൈസ ചിലവുള്ള ഒരു സംഭവമാണ് ചെസ് ബേസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വാങ്ങിക്കുക എന്ന് പറയുന്നത്. അത് നമുക്ക് അങ്ങനെ ഉപയോഗം വരുന്ന ഒരു സംഭവം തന്നെയല്ല. അത് സാധാരണ ഉപയോഗിക്കുന്നത് ഹൈ ലെവൽ പ്ലേയേഴ്സ്, അതായത് ടൈറ്റിൽ പ്ലേയേഴ്സ്, ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ്, ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഒക്കെയാണ് അത് യൂസ് ചെയ്യാറ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ ചെറിയ ഡാറ്റാബേസിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അല്ലേ, പല മൂവ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ E4ൻ്റെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ബോർഡിൽ അതൊരു ചെറിയ ആരോ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കാണിക്കുന്നത് എത്ര തവണ E4 വെച്ചുള്ള ഗെയിംസ് ഇതിനകത്ത് നടന്നു എന്നുള്ളതാണ്. 136, 128, 680 ടൈംസ്. അത്രയും തവണ ഇതിനകത്ത് E4 വെച്ചുള്ള ഗെയിംസ് നടന്നിട്ടുണ്ട്, ലീച്ചസിൽ മാത്രം. chess.com ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു നമ്പർ ആയിരിക്കും. ഇത് ഓരോ ദിവസം കഴിയുമ്പോൾ മാറുകയും ചെയ്യും, കാരണം ഓരോ ദിവസവും ഒരുപാട് ഗെയിംസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സംഭവം. ഇങ്ങനെയാണ് നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള മൂവ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്. എത്ര ഗെയിംസ് കളിച്ചു എന്ന് നോക്കി. E4 ആണ് ഏറ്റവും പോപ്പുലറായ മൂവ്. അത് കഴിഞ്ഞാൽ D4, അത് കഴിഞ്ഞാൽ നൈറ്റ് F3, പിന്നെ C4, അങ്ങനെ. ഇനി ഇതിൻ്റെ സൈഡിൽ നോക്കുക. ഒരു ബാറ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അല്ലേ, അതിൽ പകുതി കുറേ വൈറ്റ് ഉണ്ട്, കുറേ ബ്ലാക്ക് ഉണ്ട്, ഇടയ്ക്ക് കുറച്ച് ഗ്രേ ഉണ്ട്. ഇതെന്ന് പറയുന്നത് വിന്നിംഗ് പെർസെൻറ്റേജ് ആണ്. E4 വെച്ച് തുടങ്ങിയ 49% കളികളും വൈറ്റ് ജയിച്ചു, 46% കളികൾ ബ്ലാക്ക് ജയിച്ചു, ബാക്കി ഉള്ളത് 5% അത് ഡ്രോ ആയി. അതാണ് സംഭവം. ഇനി ഇവിടെ വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സെറ്റിങ്സിൻ്റെ ഐക്കൺ ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവം കിട്ടും. ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേറ്റിംഗ് ലെവൽ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ ഇപ്പം എല്ലാം സെലക്ട് ആയി കിടക്കുകയാണ്. ഇവിടെ ഇപ്പം ഞാൻ 2500 എന്ന് പറയുന്ന റേറ്റിംഗ് ലെവൽ ഞാൻ ഡീസെലക്ട് ചെയ്തിട്ട് ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും 2500 ലെവലിലുള്ള ഗെയിംസ് ഉണ്ടാവില്ല എൻ്റെ ഇതിനകത്ത്, ഡാറ്റാബേസിനകത്ത്. ഇപ്പം നോക്കിയോ, നേരത്തെ 136 ആയിരുന്നു, ഇപ്പോൾ 134 ആയി, കുറഞ്ഞിട്ടുണ്ട് അത്രയും. അങ്ങനെ നമുക്ക് റേറ്റിംഗ് ലെവലും ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു സംഭവമാണ് മാസ്റ്റേഴ്സ് ഡാറ്റാബേസ് എന്ന് പറയുന്ന സംഭവം. ഈ മാസ്റ്റേഴ്സ് ഡാറ്റാബേസ് കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലീച്ചസിൽ നടന്നിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ്, ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ്, കാൻഡിഡേറ്റ് മാസ്റ്റേഴ്സ്, ഫിഡെ മാസ്റ്റേഴ്സ്, അതുപോലത്തെ മാസ്റ്റർ ലെവൽ പ്ലെയേഴ്സ് കളിച്ചിട്ടുള്ള ഗെയിംസ് ആയിരിക്കും. ഇത് നമ്മുടെ ഗെയിംസുമായിട്ട് നോക്കുമ്പോഴത്തേക്കും വളരെ വളരെ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രോ ആണ് പല കേസിലും ഉണ്ടായിരിക്കുന്നത് അല്ലേ. നമ്മുടെ കേസിലാണെങ്കിൽ ഡ്രോ വളരെ കുറവായിരുന്നു സാധാരണ പ്ലെയേഴ്സ് കളിക്കുമ്പോൾ. വിന്നിംഗ് പെർസെൻറ്റേജും ലൂസിംഗ് പെർസെൻറ്റേജും ഒക്കെ ആയിരുന്നു കൂടുതൽ. അപ്പോൾ മാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ ഡാറ്റാബേസിനകത്ത് വളരെയധികം വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മുടെ ഡാറ്റാബേസിലേക്ക് തന്നെ പോവാം. ഇനി ഇവിടെ നിന്ന് ഇപ്പം ഞാൻ E4 എന്ന് പറയുന്ന മൂവ് ഇവിടെ ഞെക്കുകയാണെങ്കിൽ ബോർഡിൽ E4 വരും. അതിനുശേഷം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മൂവ്സ് ഏതാണെന്ന് എനിക്കിവിടെ കാണാൻ പറ്റും. C5 ആണ് ഏറ്റവും കൂടുതൽ തവണ കളിച്ചിരിക്കുന്നത്, പിന്നെ E5, പിന്നെ E6, പിന്നെ C6, പിന്നെ D5, അങ്ങനെ നോക്കാം. ഇതിൽ നിന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മൂവ്സ് ഏതാണ് എന്നെനിക്ക് നോക്കി അതിനനുസരിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ C5 ആണ് ഏറ്റവും പോപ്പുലർ, അപ്പോൾ നമ്മൾ C5 എടുത്തു വന്നിരിക്കട്ടെ. ഇതിനുശേഷം നമുക്ക് നൈറ്റ് F3 കളിക്കാം, നൈറ്റ് C3 കളിക്കാം, പോൺ ടു D4 കളിക്കാം, നൈറ്റ് F3 ഓപ്പൺ സിസിലിയൻ, നൈറ്റ് C3 ക്ലോസ് സിസിലിയൻ, അല്ലെങ്കിൽ D4 സ്മിത്ത് മോറ ഗാംബിറ്റ്, ഇങ്ങനെ പലതും കളിക്കാം അല്ലേ. ഇതിലേതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ D4 കളിച്ചു വന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ പേരൊക്കെ മാറും. സിസിലിയൻ ഡിഫൻസ്, സ്മിത്ത് മോറ ഗാംബിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവർ കാണിക്കും. ഓപ്പണിങ്ങിൻ്റെ പേര് നമുക്ക് ഇതിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. ഇതിനുശേഷം ബ്ലാക്ക് കളിക്കാൻ ചാൻസ് ഉള്ള മൂവ് നോക്കുക. C ക്യാപ്ചേഴ്സ് D4 ആണ് ഏറ്റവും കൂടുതൽ കളിച്ചിരിക്കുന്നത്.
അതിനുശേഷം E6 ആണ് രണ്ടാമത് വരുന്നത്. ഇങ്ങനെ നോക്കി 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 നമ്മൾ പഠിക്കുക. ഇതാണ് ഓപ്പണിംഗ് പഠിക്കാനുള്ള ബെസ്റ്റ് പരിപാടി. ഇത് നിങ്ങൾക്ക് എഴുതിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തോ, ഇപ്പോൾ ലീച്ചസിലാണെങ്കിൽ സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. സ്റ്റഡിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ പറയുക. ഞാൻ വേറൊരു വീഡിയോ തന്നെ സ്റ്റഡി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, സ്റ്റഡി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ എഴുതിയോ അല്ലെങ്കിൽ സ്റ്റഡി യൂസ് ചെയ്തോ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ പോപ്പുലർ വേരിയേഷൻസ് ഒക്കെ നിങ്ങളുടെ ഓപ്പണിംഗ് അനുസരിച്ച് നിങ്ങൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു 50-നടുത്ത് വേരിയേഷൻസും എല്ലാം കിട്ടും. അത് നിങ്ങൾ കുറച്ച് പഠിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ കാണുന്നല്ല ഓപ്പണിംഗ് പഠിക്കാനായിട്ട് ഒരിക്കലും നിൽക്കരുത്. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പണിംഗ് പഠിക്കേണ്ടത്. ഇനി മറ്റൊരു സംഭവമാണ് എൻജിൻ എന്ന് പറയുന്ന സാധനം. നമുക്ക് എൻജിൻ യൂസ് ചെയ്ത് പല കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിവിടെ E4 കളിക്കുന്നു, എന്നിട്ട് ഞാൻ എൻജിൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ പറയും ഏറ്റവും നല്ല മൂവ് ഏതാണ് എന്നുള്ളത്, C5. ഇതിനുശേഷം വൈറ്റിന് കളിക്കാവുന്ന നല്ല മൂവ് ഏതാണ്. ഇതിപ്പം നൈറ്റ് C3 തന്നെ കളിക്കണമെന്നില്ല കേട്ടോ, ഒരു നിർബന്ധമില്ല. നൈറ്റ് C3 കളിച്ചാൽ ക്ലോസസ് ലൈനിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ നൈറ്റ് F3 അല്ലെങ്കിൽ D4 എന്ത് വേണമെങ്കിലും കളിക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ഇത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിന്നിംഗ് പെർസെൻറ്റേജ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇവിടെ നൈറ്റ് F3 ആണെങ്കിൽ 47% ഉണ്ട്, നൈറ്റ് C3 ആണെങ്കിൽ 50% ഉണ്ട്, D4 ആണെങ്കിൽ 49% ഉണ്ട് വിന്നിംഗ് വൈറ്റിന്. ഇങ്ങനെ നോക്കി നമുക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഓപ്പണിംഗ് ഏതാണെന്ന് നോക്കി നമ്മൾ തീരുമാനിക്കാം. അത്ര മോശമല്ലെങ്കിൽ ഇപ്പം നൈറ്റ് F3 ആണ് നിങ്ങൾക്ക് ഇഷ്ടം, പക്ഷേ അതിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് ഒരു 30 ഉള്ളൂ വൈറ്റിന്, എങ്കിൽ അതെടുക്കാനായിട്ട് പോകരുത്. ഇപ്പോൾ ഇവിടെ 47, 50, 49 എന്നാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം എൻജിൻ പറയുന്നത് പോലെ തന്നെ നമുക്ക് നൈറ്റ് C3 എടുത്തു കഴിഞ്ഞാൽ സിസിലിയൻ ഡിഫൻസ് ക്ലോസ്ഡ് വേരിയേഷനായി. ഇതിനുശേഷം ബ്ലാക്കിന് കളിക്കാവുന്നത് D6 എന്ന് പറയുന്ന മൂവാണ്. അങ്ങനെയാണ് എൻജിൻ കാണിക്കുന്നത്. ഇങ്ങനെ നമുക്ക് നോക്കി പഠിക്കാം. ഇനി നമ്മുടെ എൻജിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് പോയിന്റ്സ് ഫീച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആദ്യം സിസിലിയൻ ഡിഫൻസിന് കുറച്ച് മൂവ്സ് കളിക്കുകയാണെന്ന് ഇരിക്കട്ടെ. E4, C5, നൈറ്റ് F3, D6. എന്നിട്ട് ഞാൻ ഈ എൻജിൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ ഇവിടെ 0.0 എന്ന് കാണിക്കും. എന്നിട്ട് അടുത്ത മൂവും കാണിക്കും. ഈ 0.0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പൊസിഷൻ വൈറ്റിനും ബ്ലാക്കിനും ഈക്വൽ ആണെന്നാണ്. രണ്ടു പേർക്കും ഏറെക്കുറെ ഈക്വൽ ആയിട്ടുള്ള പൊസിഷനാണ്. ആർക്കും അങ്ങനെ അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ഒന്നുമില്ല. ഇനി ഞാൻ നേരത്തെ ലാറ്റ്വിയൻ ഗാംബിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ലാറ്റ്വിയൻ ഗാംബിറ്റ് നമുക്കൊന്ന് കളിച്ച് നോക്കാം. E4, E5, നൈറ്റ് F3, ഇതിനുശേഷം ബ്ലാക്ക് F5 കളിക്കുന്നു. ഇതാണ് ലാറ്റ്വിയൻ ഗാംബിറ്റ് അല്ലേ. ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എൻജിൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ +1.7 എന്ന് പറയുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ലാറ്റ്വിയൻ ഗാംബിറ്റ് ഒരു നല്ല ഓപ്പണിംഗ് അല്ല. ഇതിനെതിരെ കൃത്യമായിട്ട് കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് നന്നായിട്ട് വിന്നിംഗ് ചാൻസസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കമ്പ്യൂട്ടറിന് ഉറപ്പായിട്ടും അറിയാം ലാറ്റ്വിയൻ ഗാംബിറ്റിനെതിരെ എങ്ങനെ കളിക്കേണ്ടതെന്നല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറിന് അടുത്ത മൂവ് കൃത്യമായിട്ട് അറിയാം. നൈറ്റ് ക്യാപ്ചേഴ്സ് ഓൺ E5 ആണ് എന്ന അടുത്ത മൂവ്. +1.7 കമ്പ്യൂട്ടർ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം നമുക്ക് നല്ലൊരു പൊസിഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്ലസ് വാല്യൂ നല്ല കൂടുതലാണ്. ഇനി നെഗറ്റീവ് വാല്യൂ ആണെന്നിരിക്കട്ടെ, അതിൻ്റെ അർത്ഥം ബ്ലാക്കിനാണ് അഡ്വാൻറ്റേജ് എന്നാണ്. പിന്നെ ചില സമയത്ത് നമുക്ക് +0.3, +0.5 എന്നൊക്കെ കാണിക്കാറുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമല്ല. നമ്മളൊരു +1 അല്ലെങ്കിൽ ഒരു -1 എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. +0.3 ഒക്കെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂവ് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യമുള്ളത്, എപ്പോഴും ഈ എൻജിനെ വിശ്വസിക്കരുത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫ്രൈറ്റ് ലിവർ അറ്റാക്ക് നമുക്കൊന്ന് നോക്കാം. നൈറ്റ് F6, ഇതിനുശേഷം നൈറ്റ് അറ്റാക്ക് നൈറ്റ് G5, നമ്മൾ ബ്ലാക്ക് പോൺ ടു D5 കളിക്കുന്നു. നമ്മളിവിടെ ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്ക് തിരിച്ച് നൈറ്റ് വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു. നമ്മളിവിടെ നമ്മുടെ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. കിങ് ക്യാപ്ചർ ചെയ്യുന്നു. ക്വീൻ F3. ഇതാണ് ഫ്രൈറ്റ് ലിവർ അറ്റാക്ക് അല്ലേ. ഫ്രൈറ്റ് ലിവർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ വിന്നിംഗ് ചാൻസ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് നമുക്ക് ഈ ഡാറ്റാബേസ് നോക്കുമ്പോഴും അറിയാം. 58, 81, 61 എന്നൊക്കെയാണ് പറഞ്ഞാണ് വിന്നിംഗ് പെർസെൻറ്റേജ് കിടക്കുന്നത് ഓരോ മൂവിനും ഇതിന് ശേഷമുള്ള. പക്ഷേ നമ്മളിവിടെ എൻജിൻ ഓൺ ചെയ്ത് കഴിഞ്ഞാലോ എൻജിൻ പറയുന്നത് +0.4 എന്നാണ്. അതായത് വൈറ്റിന് വളരെ ചെറിയൊരു അഡ്വാൻറ്റേജ് ഉള്ളൂ എന്നുള്ളത്. ഇതിനർത്ഥം ബ്ലാക്ക് കമ്പ്യൂട്ടറായിട്ട് കളിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഫ്രൈറ്റ് ലിവർ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടേണ്ട എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയാം.
പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഓരോ മൂവും നമ്മൾ കയറി പോകുമ്പോൾ കൃത്യമായിട്ടുള്ള മൂവ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കമ്പ്യൂട്ടറിന് അത് എളുപ്പം സാധിക്കും. അതുകൊണ്ട് എഞ്ചിനെ എപ്പോഴും വിശ്വസിക്കരുത്. എഞ്ചിനെ നോക്കി നമ്മൾ എപ്പോഴും പഠിക്കുകയും ചെയ്യരുത്. എപ്പോഴും പഠിക്കാൻ നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഡേറ്റാബേസ് നോക്കി പഠിക്കലാണ്. എഞ്ചിനും നമുക്ക് ഉപയോഗിക്കാം. ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരുമോ അല്ലെങ്കിൽ ചില വേരിയേഷൻ വരുമ്പോഴത്തേക്കും ഡാറ്റാബേസിലെ ഗെയിമേ കാണാതിരിക്കാറുണ്ട്. ആ ഒരു വേരിയേഷൻ ഒരു ഗെയിമും ഡാറ്റാബേസിൽ ഉണ്ടാകത്തില്ല. അങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് എഞ്ചിനെ ഉറപ്പായിട്ടും ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും എഞ്ചിൻ നോക്കി പഠിക്കരുത്. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഓപ്പണിങ്ങിനെ പറ്റി ഉണ്ടാകുന്ന ചില സംശയങ്ങൾ, ഓപ്പണിങ് എങ്ങനെ പഠിക്കാം എന്നുള്ളതൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയുക. ലൈച്ച സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും കമൻസിൽ പറയുക. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഒരു വീഡിയോയിൽ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.